ഈ ഒരു ക്യാരക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫായിരുന്നു ചെയ്യാനായിട്ട്, ആ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ. ആദ്യം തന്നെ അതിൻ്റെ ആ ഏജ് ഡിഫറൻസ് ആണ്, പിന്നെ അതിൻ്റെ ആ കോസ്റ്റ്യൂമും എല്ലാം നമ്മളുടെ ഏജ് ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുമല്ലോ, നടക്കുന്ന രീതികൾ, പ്രവർത്തികളെല്ലാം. ഞാനുമായിട്ട് ഒരു സാമ്യവും ഇല്ലാത്ത ഒരു ക്യാരക്ടർ. അപ്പം നമ്മൾ കണ്ടു വളർന്ന കുറേ അമ്മമാരുണ്ടാവും, അമ്മച്ചിമാരുണ്ടാവും, അവരെയൊക്കെ കുറച്ചൊക്കെ അവരൊക്കെ ചെയ്യുന്ന രീതികൾ നമ്മുടെ കയ്യിൽ ഓർമ്മയുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ബിഹേവ് ചെയ്തത്. ബാക്കിയുള്ള ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ മനോഹരൻ എനിക്ക് നരേറ്റ് ചെയ്ത് എല്ലാം ഓരോരോ സീനിലും തരുമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ചെയ്തത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ 2-3 ദിവസം. പിന്നെ അത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആയി. അവസാനത്തെ ഒരു 4 ദിവസം പിന്നെ മനോഹരനായി ബുദ്ധിമുട്ട്. പിന്നെ അവസാനത്തെ 3-4 ദിവസം ക്യാരക്ടറുമായിട്ട് നല്ല കംഫർട്ടബിൾ ആയി. ഓഡിയൻസ് എത്തരത്തിൽ ഇതിനെ സ്വീകരിക്കുന്നുള്ള അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഈ ഒരു ആഗ്രഹമുണ്ട്, ഒത്തിരി പേര് കാണണമെന്നും. നല്ലൊരു സിനിമയാണ്. ഒത്തിരി പേര് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് ലോ ബഡ്ജറ്റ് മൂവി ആണോ എന്ന് ചോദിച്ചു. അതിന്റെ ആ ക്വാളിറ്റിയും ആ ഒരു എടുത്തേക്കുന്ന ഇതിൽ ഒരുപാട് സിനിമയിലുള്ളവർ തന്നെയാണ് ചോദിച്ചത്. ഇത് കേരള ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്തതാ, ഇത് ലോ ബഡ്ജറ്റ് മൂവിയാ, അങ്ങനെ ചോദിച്ചു എന്നോട്, മെസ്സേജ് ചെയ്ത ഒത്തിരി പേര്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും മനസ്സിൽ സന്തോഷമാണ് അതിനുള്ള ആൻസർ പറയാനും. അതുപോലെ ഈ ഒരു സിനിമയിൽ എത്തിപ്പെടാൻ, ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതും ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇവരൊക്കെ സിനിമ എങ്ങനെ അഭിനയിക്കണമെന്ന് പഠിപ്പിക്കുന്ന സാർമാരും ഒക്കെയാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു വലിയൊരു സ്കൂളിൽ പഠിക്കുന്ന എക്സ്പീരിയൻസ് ആണ്.